ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് വൈൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി കണ്ടാലോ. ഞാൻ കുറച്ച് മുന്നേ പെട്ടെന്ന്, അതായത് നമ്മൾ കുക്കറിൽ എങ്ങനെയാണ് വൈൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ചുകൂടെ നമ്മൾ സാധാരണ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല മധുരമുള്ള ഗ്രേപ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അധികമായിട്ട് പഞ്ചസാര ഇട്ടിട്ടില്ല, എങ്കിലും നല്ല ടേസ്റ്റി ആൻഡ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള വൈൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എത്രയാണ് ഗ്രേപ്സ് എടുത്തത്, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളുടെയൊക്കെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗ്രേപ്സൊക്കെ നല്ല രീതിയിൽ കഴുകി അതിൽ ഉപ്പും കുറച്ച് വിനെഗറും ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ പലതവണ കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ അതിനെല്ലാം ഞെട്ടൊക്കെ മാറ്റി തുടച്ചത് കേട്ടോ. അങ്ങനെ ഓരോ കുറച്ച് ഭാഗങ്ങളായി എടുത്ത് അതിൻ്റെ ഞാൻ എടുത്തു വെച്ച പഞ്ചസാരയും കുറച്ചായി ഇട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റിയത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതൊരു 3 kg അടുത്ത് ഗ്രേപ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വലിപ്പമുള്ളൊരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഭരണി ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഇതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ, പുറത്തുനിന്ന് തന്നെ ഇതിൻ്റെ ആ ഇതൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിയിലാണ് എപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഞാൻ ഓരോ ഇതായിട്ട് കുറച്ച് ബാച്ചായിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. ഒക്കെ റെഡിയായതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് സിന്നമൺ പട്ട, പിന്നെ കുറച്ച് ഏലക്കായുടെ ഞാൻ ആ കുരു മാത്രം ഇട്ടു. പിന്നെ ഒരു പിടി ഗോതമ്പ്. ആ ഗോതമ്പ് എടുക്കുമ്പോഴാണെങ്കിലും നന്നായി കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കണം. പിന്നെ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ആഡ് ചെയ്തത് ഈസ്റ്റാണ്. ഇതിൽ ഞാൻ ഒത്തിരി അങ്ങ് വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരല്പം തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ അളവും കൂടെ ഞാൻ കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഒരു സ്റ്റിക്ക് വെച്ച്, വുഡൻ സ്റ്റിക്ക് വെച്ചിട്ടാണ്, നമ്മുടെ കയ്യിൽ കണയില്ല, അത് വെച്ചാണ് ഞാൻ ഇളക്കിയത് കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ സെക്കൻഡ് ഡേ ഞാനത് ഓപ്പൺ ചെയ്തു. നോക്കിയേ, ശരിക്കും ആ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ബബിൾസൊക്കെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ആ പ്രോസസ്സ് നടക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് ബോട്ടിലാകുമ്പോഴും നമുക്ക് ഇത് ഇങ്ങനെ പുറമേ നിന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ. ഫസ്റ്റ് ഡേ ഞാൻ വൈൻ ഇട്ടതും ഏകദേശം ഒരു ഈവനിങ് ടൈമിലാണ്. അതേ ടൈമിൽ തന്നെ എല്ലാ ദിവസവും ഏകദേശം 5 ഡേയ്സോളം ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ഇളക്കി കൊടുത്തു. പിന്നെ ഞാനൊരു 2-3 ഡേയ്സ് ഇടവിട്ടിട്ടൊക്കെയാണ് ഇളക്കിയത്. ഇത് ആഫ്റ്റർ 21 ഡേയ്സ്. ഓക്കെ, നല്ല സെറ്റായിട്ടുണ്ട് നമ്മുടെ വൈന്. നല്ല മണമാണ്, ശരിക്കും നല്ല കളറാണ് കേട്ടോ ഇതിന്. അങ്ങനെ ഞാനൊരു അരിപ്പ വെച്ചു. നമ്മുടെ നോർമൽ അരിപ്പ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടാണ് ഞാനിത് അരിച്ചെടുത്ത് മാറ്റുന്നത്. ഈ എൻ്റെ പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഇതിൻ്റെ ഗ്രേപ്സ് നമ്മൾ കഴുകി തുടച്ചെടുക്കുന്നത് മുതലുള്ളതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വെള്ളമയം ഇല്ലാത്ത വെസൽസും കൈയാണെങ്കിലും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം കേട്ടോ. അതുപോലെ നമ്മളിത് ഇളക്കാൻ ഉപയോഗിക്കുന്ന കയ്യിൽ കണയാണെങ്കിലും, വുഡൻ സ്റ്റിക്ക് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, അതാണെങ്കിലും നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണം എന്നാണ് കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ വെയിലധികം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്റ്റൗവിൻ്റെ മേലെ വെച്ചിട്ട് ഉണക്കിയെടുത്ത് വെക്കും. കാരണം ഒട്ടും എവിടെയും എന്തും ഫംഗസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കൈയൊക്കെ നല്ല ക്ലീൻ ആയതിനു ശേഷം മാത്രമേ ഈ പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ വൈന് ചിലപ്പോൾ കേടായി പോകും കേട്ടോ. ഞാൻ ഈ വൈൻ ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായി. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനും എനിക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല ടേസ്റ്റി വൈനാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കോമെൻറ്റ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ഒരു മസ്റ്റ് ട്രൈ ആണ്, എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ.